മരിച്ചുപോയവരെ ഓർത്തല്ല, ജീവിച്ചിരിക്കുന്നവരെ ഓർത്താണ് ഞാനിപ്പോ ദുഃഖിക്കുന്നത്. എന്റെ താഴെയുള്ളവരെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും? ഡാഡിയുടെ കമ്പനിയിൽ നിന്നും ഒരു വിവരവുമില്ല. സ്റ്റാൻലി അക്കാര്യത്തിൽ ഒന്ന് അന്വേഷിക്കുമോ? എന്താ ആലോചിക്കുന്നത്? സ്റ്റാൻലിയുടെ സഹോദരി അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവർക്കെങ്കിലും മേരി, നീ വിഷമിക്കരുത്. ഇതിൽ കൂടുതൽ ഇനി എന്ത് വിഷമം? ഡാഡിയും മമ്മിയും പോയില്ലേ? ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ മറ്റൊരു നഷ്ടത്തിന്റെ കഥയാണ്. നിന്റെ ഡാഡി എങ്ങനെയാ മരിച്ചതെന്ന് അറിയാമോ? നിങ്ങൾ ധരിപ്പിച്ചിരുന്ന പോലെ അപകടത്തിൽപ്പെട്ടല്ല, ആത്മഹത്യയായിരുന്നു. ആത്മഹത്യ? സ്റ്റാൻലി, ഞങ്ങളെ അനാഥരാക്കിയിട്ട് എന്റെ ഡാഡി എന്തിനാ ആത്മഹത്യ ചെയ്തു? കമ്പനി പണം ദുരുപയോഗപ്പെടുത്തിയതിനും വിശ്വാസവഞ്ചനയ്ക്കും പോലീസ് പിടിക്കുമെന്ന് ഉറപ്പു വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു. എന്റെ ചേച്ചിക്ക് മാത്രമേ ഈ സത്യം അറിയാവൂ. ഏതായാലും ഒരു കാര്യം തീർച്ച, നീ പ്രതീക്ഷിക്കുന്ന തരത്തിൽ കമ്പനിയിൽ നിന്നും നിന്റെ ഡാഡിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് മദ്രാസിലേക്ക് ട്രാൻസ്ഫറായി. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യണം. ഞാൻ പോകുമ്പോൾ നീയും എന്റെ കൂടെ വരണം. നിനക്കവിടെ എത്രയും വേഗം ഒരു ജോലി ശരിയാക്കാം. നിനക്കെന്നെ വിശ്വാസമില്ലേ? സ്റ്റാൻലിയുടെ കൂടെ ഞാൻ എവിടെ വേണമെങ്കിൽ വരാം. പക്ഷേ വീട്ടിലേക്കാരി ഓർത്തിട്ടാണോ? നിനക്ക് ജോലി കിട്ടുന്നവരെ അവർക്ക് ഞാൻ ചെലവിന് കൊടുക്കും. ഇക്കാര്യം ഞാൻ എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കും സ്റ്റാൻലി? വിദ്യാഭ്യാസവും വിവരമുള്ളവരല്ലേ, ഞാൻ തന്നെ അവരോട് സംസാരിക്കാം. നമ്മൾ താമസിക്കാൻ പോകുന്ന വീടിനെ കുറിച്ച് നീ ഒന്നും ചോദിച്ചില്ല. എനിക്ക് പകരം കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയ ഓഫീസറുടെ വീടാണ്. വീടും വീട്ടു സാധനങ്ങളും സൂക്ഷിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ആ കാര്യം മേരിയെ ഏൽപ്പിക്കുന്നു. എനിക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നിന്നെ കാണാൻ വരാൻ പറ്റുകയുള്ളൂ. നിനക്ക് കൂട്ടിനായി അവിടെ അവരുടെ ആയുണ്ട്, പ്രിയ, പേര് മാഗി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? മകി, ഇന്നലെ നീ ഒന്നും കഴിച്ചില്ലേ? എല്ലാം എടുത്തോണ്ട് പൊയ്ക്കോളൂ. ഐ ആം സോറി. ഇന്നലെ മെസ്സിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ കുറെ കൂടുതൽ കുടിച്ചുപോയി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇത് വീട്ടിലേക്ക് അയച്ചേക്കൂ. മിസ്റ്റർ സ്റ്റാൻലി, എനിക്ക് ക്രിസ്മസിന് സമ്മാനമൊന്നും തന്നില്ലല്ലോ. തരാമല്ലോ, പക്ഷെ അതിനു മുമ്പ് മേരിക്കൊരു സ്പെഷ്യൽ. എന്താണെന്ന് അറിയണ്ടേ? ഹോട്ടൽ ബ്ലൂ ഡയമണ്ടിലെ ജോലി മിക്കവാറും ശരിയാവും. നേരോ? മൈ ഗോഡ്,
എന്ത് ജോലിയാ? റിസപ്ഷനിസ്റ്റിന്റെ. ഇന്ന് തന്നെ മാനേജറെ കാണും. See, this is okay. If you are hardworking, sincere, better you can join us by the 1st of January. താങ്ക് യു സർ. Welcome. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ക്ഷീണിച്ച് തിന്നാനിട്ടല്ല മിസ്സി, മനസ്സിന്റെ ബേജാറ് കൊണ്ടാണ്. വാട്ട് ബേജാർ? പഴയ കടലാസില്ലേ, ഓൾഡ് പേപ്പർ, ആ വിസൻസിന് ഇപ്പൊ പഴയ ഗുണമൊന്നുമില്ല. തന്നെയല്ല മോന് സുഖമില്ല. എന്ത് സൂക്കരണാവോ, കിടപ്പായിട്ട് ഒരു മാസമായി. ഇപ്പൊ ഡോക്ടറെ കാണിച്ചു, അത് കുഴപ്പമായി. വാട്ട് കുഴപ്പം? അയാൾ മരുന്ന് എഴുതി തന്നു. അത് കുഴപ്പമാണോ? മരുന്ന് വാങ്ങിക്കാൻ കാശ് വേണ്ടേ മിസ്സി, അതല്ലേ ഒന്നും ചെല്ലാത്തത്. മിസ്സി അമ്മക്ക് പടച്ചതമ്പുരാനെ പോലെയാണ്. ഇവിടെ വന്ന ചോറിന് ചോറ്, ചായക്ക് ചായ, മീനിന് മീന്, ഇറച്ചിക്ക് ഇറച്ചി. പടച്ചോനെ, നമ്മുടെ മിസ്സി 1500 കൊല്ലം ജീവിച്ചിരിക്കും. 1500 കൊല്ലം? 1500 years. മിസ്സിയെ പോലെ നല്ല മനസ്സുള്ള ഒരു 10500 കൊല്ലം ജീവിച്ചിരിക്കും. മിസ്സി ഒരിക്കൽ കൂടി എന്നെ സഹായിക്കണം. ഒരു 25 രൂപ കൂടി എനിക്ക് തരണം. മമ്മ, നീ ഇതുവരെ എന്റെ കയ്യിൽ നിന്ന് എത്ര റുപ്പീസ് വാങ്ങിയിട്ടുണ്ട്? ഞാൻ 60. കറക്റ്റ്. എന്താ ഇതുവരെ തരാതിരുന്നത്? എന്റെ പൊന്ന് മിസ്സിയല്ലേ, 25 ഉറുപ്പ്യം കൂടി ഞമ്മക്ക് താ. 25ഉം 60ഉം 85 ഉറുപ്പ്യ ഞമ്മ ജീവനോട് കൂടി ഇരിക്കുകയാണ്. ഈ അടുത്ത മാസം 10-ാം തീയതി ഞമ്മ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ആദ്യം 60 റുപ്പീസ് അതുകൊണ്ട് തരൂ. 25 അത് കഴിഞ്ഞ്. ഞമ്മക്ക് മതി മിസ്സി, ബയറ് നിറഞ്ഞു. Sit down. I say sit down. കഴിക്കൂ. കഴിക്കാൻ. മിസ്സി, കുടിക്കാൻ എന്തെങ്കിലും? You want liquor? എന്തൊരു ചോദ്യമാണിത്. ഞമ്മക്ക് നാണോണ് ഇതൊക്കെ പറയാം. ഞമ്മ നിക്കറിടാറില്ല. മാങ്ങ പറിക്കാൻ മാവിന്റെ മുകളിൽ കയറുമ്പോഴോ വെള്ളം വലിക്കാൻ കയറുമ്പോഴോ നിക്കറിടും. Poor man, നിക്കറല്ല, ലിക്കർ. ലിക്കർ, ബ്രാൻഡി, വിസ്കി, വൈൻ, ബിയർ, റം. അതോ മിസ്സി, ഞമ്മളെ ചതിക്കല്ലേ, നമുക്ക് കുടിക്കാൻ പച്ചവെള്ളം വല്ലതും മതി. കണ്ടാൽ ഒരേപോലെ ഇരിക്കുമെങ്കിലും വില്യമിന്റെ ഒരു സ്വഭാവം നിനക്കില്ല. മിസ്സി എപ്പോഴും പറയണേ, ഈ വില്ലൻ ആരാണ്? വില്യം. മഗി, മേരി, മേരി. ഇതാ 25 റുപ്പീസ്. നീ വേഗം വെക്കൂ. ഓടിക്കൂ. ഓ